എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. നമ്മൾ അടുത്ത ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ വിവിധ വിഭാഗങ്ങളുണ്ട് എന്ന് നാം ഒന്ന് പറഞ്ഞിരുന്നു. എങ്കിലും എങ്ങനെയാണ് അവരുടെ ഇടയിൽ വിഭാഗങ്ങൾ ഉണ്ടായതിനെ കുറിച്ചൊക്കെ ഇടക്കാല ചരിത്രത്തിന്റെ ഒരു ഭാഗമായതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തും യഹൂദന്മാരുടെ ഇടയിൽ വിവിധ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ യഹൂദന്മാരും ഒരേ ചിന്താഗതിക്കാരായിരുന്നില്ല. ഇന്നും അങ്ങനെയല്ലേ? നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്, പല പല ആളുകളുണ്ട്, ഓരോ സ്വഭാവത്തിന് ചേരുന്ന ആളുകൾ ഒന്നിച്ചിരിക്കുന്ന അങ്ങനെ പല ഗ്രൂപ്പുകളുള്ളതുപോലെ ഓരോ രീതിയിലുള്ള ആളുകൾ ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആരൊക്കെയായിരുന്നു ആ വിഭാഗങ്ങൾ എന്നുള്ളതിനെ കുറിച്ചും യേശു പലപ്പോഴും ഇവരെ കഠിനമായി ശാസിക്കുന്നത് കണ്ടുണ്ട്. എന്തിനാണ് അവരെ ശാസിച്ചത് എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെയുള്ള നീതിയാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഏകദേശം ആ കാര്യത്തെക്കുറിച്ച് ഒരു കാര്യത്തിന് ഒരു വ്യക്തത വരും. യേശുവിന്റെ കാലത്തെ ഈ വിവിധ വിഭാഗങ്ങൾ ആരൊക്കെയായിരുന്നു? അവരുടെ വിശ്വാസം, ആചാരങ്ങൾ എന്തെല്ലാമായിരുന്നു? കപടഭക്തി അല്ലെങ്കിൽ ഹിപ്പോക്രസി എന്തുകൊണ്ടാണ് ക്രിസ്തു വെറുത്തിരുന്നത്? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാം? ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇനിയും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന ഗ്രൂപ്പായിരുന്നു പരീശന്മാർ. ആരായിരുന്നു പരീശന്മാർ? പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ് അവർ കണക്കാക്കിയിരുന്നത്. BC 175 168 ഈ കാലഘട്ടത്തിൽ വേർതിരിക്കപ്പെട്ടവർ, ദൈവഭക്തർ, ഹസിദീൻ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇവർ ഉണ്ടായത്. അതായത് ഹസിദീൻ, ദൈവഭക്തിയുള്ളവർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഈ പരീശന്മാരെന്നുള്ള ഗ്രൂപ്പ് ഉണ്ടായത്. അന്യദേശ ആചാരങ്ങളിൽ നിന്ന് മാറി നിന്ന് ദൈവകൽപ്പനകൾ കർക്കശമായി പാലിക്കാൻ ഇവർ ശ്രമിച്ചു. ഇവർ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചു. ഒന്ന്, മോശയുടെ ന്യായപ്രമാണം. രണ്ട്, പൂർവികരുടെ സമ്പ്രദായങ്ങൾ, അവരുടെ പാരമ്പര്യങ്ങൾ, അവരുടെ ട്രഡീഷൻസ്. അക്കാലത്തെ ഏറ്റവും വലിയ സമൂഹം ഈ പരീശന്മാരായിരുന്നു. ഭക്തന്മാരായ, ഭക്തി നടിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. സമ്പന്നരും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചവരുമായിരുന്നു. അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിച്ചിരുന്ന ആളുകളും ആയിരുന്നു ഇവരെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ പരീശന്മാരിൽ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ഒരു പരീശനായിരുന്നു. പ്രവർത്തികളുടെ പുസ്തകം 26 5 വാക്യത്തിൽ കാണുന്നുണ്ട്. ഇനി പരീശന്മാരുടെ ഇടയിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കേട്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത്ഭുതം തോന്നും. ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 7 ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് തോൾ പരീശൻ, ആ ഫാരിസി, ഷോൾഡർ ഫാരിസി. ആ തോൾ പരീശൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്നത് അവരേതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതവരെല്ലാവരും എഴുതി കുറിച്ച് അവരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി, മെഡൽ കെട്ടിത്തൂക്കി, പോലെ കെട്ടിത്തൂക്കി എല്ലാവരെയും കാണിച്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്ന കുറെ ആളുകളായിരുന്നു തോൾ പരീശൻ. ഇനി കാത്തു നിൽക്കുന്ന പരീശൻ, അല്ലെങ്കിൽ എന്നെ നോക്കണേ എന്ന് പറയുന്ന പരീശൻ, താൻ നന്മ ചെയ്യുന്നത് എല്ലാവരും കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമല്ല എല്ലാവരെയും വിളിച്ചു കാണിക്കാനും സമയം കണ്ടെത്തിയിരുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നിട്ട് മറ്റുള്ളവർ കാണുന്നത് വരെ ആ സമയം വൈകിപ്പിക്കും. അവരൊന്ന് കാണണം, എല്ലാവരും ഒന്ന് കാണണം. ഇനി മൂന്നാമത്തത് അന്ധപരീശൻ, ബ്ലൈൻഡ് ഫാരിസീസ്. അതെന്താണെന്ന് അറിയാമോ? ഇവർ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പം പ്രത്യേകിച്ച് സ്ത്രീകളെ ഒന്നും അവർ കണ്ടുകൂടാ. കണ്ടാൽ പാപമാണ്. അതുകൊണ്ട് ഭാര്യയോ സഹോദരിയോ അമ്മയോ ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് അവർ റോഡെ നടക്കുന്നത് ഇങ്ങനെയുള്ളവർ വരുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് നടക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഭിത്തിയിലോ ചുമരിലോ ബദലിലോ ഒക്കെ പോയി ഇടിക്കും. ഒരു മുറിവുണ്ടാകും. ആ മുറിവുണ്ടാകുന്ന ഏതാണ്ട് ഭക്തിയുടെ വലിയ വേഷമായിട്ടും അതുകൊണ്ട് ഭക്തി മൂത്തതായിട്ടും അവർ പ്രദർശിപ്പിക്കും. അങ്ങനെ രീതിയായിരുന്നു അന്ധപരീശൻ. ഇനി കൂനി പരീശൻ, കൂനൻ പരീശൻ. അവരുടെ പ്രത്യേകത ഇനിയും ആ എളിമ കാണിക്കാൻ വേണ്ടി, താഴ്മ കാണിക്കാൻ വേണ്ടി അങ്ങ് ഇങ്ങനെ കുനിഞ്ഞ് നടന്ന അവർ ചെയ്യുന്ന കൂനി പരീശൻ. താഴ്മ കാണിക്കാൻ, എളിമ കാണിക്കാൻ നടു വളച്ച് വളരെ വിനയഭാവം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇനിയും കണക്കെടുക്കുന്ന പരീശൻ, അല്ലെങ്കിൽ എണ്ണിക്കൊണ്ടിരിക്കുന്ന പരീശൻ എന്ന് വെച്ചാൽ താൻ ചെയ്ത നല്ല പ്രവർത്തികൾ എത്ര ഉണ്ടെന്ന് എണ്ണി 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 പറയുകയും അതെന്ന് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരിൽ കാണിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ കണക്ക് നോക്കുന്ന പരീശൻ, എണ്ണുന്ന പരീശൻ. അപ്പോൾ തന്നെ ഇതിനകത്ത് ദൈവഭക്തരായ പരീശന്മാരുണ്ട്. യോബിനെ പോലെയുള്ള ആളുകൾ, ദൈവഭക്തിയെ മുറുകെ പിടിച്ചിരുന്നവർ. മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവസ്നേഹിയായ പരീശൻ, അബ്രഹാമിനെ പോലെ ദൈവത്തെ സ്നേഹിച്ച ആളുകൾ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചും നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു പരീശനായിരുന്നുവെന്ന്. യേശു
ഇതിലെ ആദ്യത്തെ 5 കൂട്ടത്തെ കഠിനമായി ശാസിച്ചു. യേശുവിന് വേണ്ടി യഥാർത്ഥ ഭക്തിയാണ്, ആത്മാർത്ഥമായ ഭക്തിയാണ്. അതിനെ ദൈവം ബഹുമാനിക്കുന്നു. അല്ലാതെ ഈ കാണിക്കാൻ വേണ്ടിയുള്ള ഭക്തിയൊന്നും ദൈവത്തിന് ഇഷ്ടമല്ലാതെ. അപ്പോൾ കർത്താവ് അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും പരീശന്മാരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവർ ന്യായപ്രമാണം അതുപോലെ വിശ്വസിച്ചു. വാമൊഴിയായി പറഞ്ഞ പാരമ്പര്യങ്ങളും അവർ പാലിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിച്ചു. ദൂതന്മാരിലും ആത്മാക്കളിലും അവർ വിശ്വസിച്ചു. രക്ഷകരായ ഒരു മശിഹ വരുമെന്നും ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും ഈ പരീശന്മാർ വിശ്വസിച്ചു, അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഹൃദയത്തിലെ മാറ്റത്തെക്കാൾ പുറത്തുള്ള പ്രകടനങ്ങൾക്കായിരുന്നു അവർക്ക് കൂടുതൽ വില കൊടുത്തിരുന്നത്. മറ്റുള്ളവരെങ്ങനെ ഇരിക്കും, എങ്ങനെ കാണും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അവർ ചെയ്യുന്നതൊക്കെയും മനുഷ്യർ കാണേണ്ടതിന് എത്രയും ചെയ്യുന്നതെന്ന് മത്തായി സുവിശേഷം 23:5 വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് പരീശന്മാരോടുള്ള യേശുക്രിസ്തുവിന്റെ സമീപനം നമ്മൾ നോക്കിയാൽ യേശുവോടെ കപടഭക്തിയെ കഠിനമായി എതിർത്തു. മുമ്പേ പറഞ്ഞ പോലെ എല്ലാ പരീശന്മാരും കപടഭക്തിക്കാരായിരുന്നില്ല, മോശക്കാരായിരുന്നില്ല. നല്ലവരായ പരീശന്മാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നിക്കോദിമോസ് യേശുവിനെ അന്വേഷിച്ചു വന്നില്ലേ? യേശുവിനെ വിശ്വസിച്ചില്ലേ? യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് നിക്കോദിമോസ് അവിടെ ഉണ്ടായിരുന്നു, വലിയൊരു കാര്യമായിരുന്നില്ലേ? അപ്പോൾ ദൈവഭക്തരായ ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക പരീശന്മാരായ ആളുകൾ യേശു ക്രിസ്തുവിനെ പിന്നീട് സ്വീകരിച്ചതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 15:5 വാക്യം പറയുന്നുണ്ട്. യേശു എതിർത്തത് പരീശന്മാരെയല്ല, അവരിലുള്ള കപടഭക്തിക്കാരെയാണ്. ഇനിയും രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സദൂക്യരാണ്, സദുസീസ്. BC 260 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ദാവീദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സാദോക്ക് എന്ന പുരോഹിതനിൽ നിന്നാണ് ഇവരുടെ ഉത്ഭവം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇവർ മിക്കവാറും സമ്പന്നരായിരുന്നു, പുരോഹിത കുടുംബങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു. ഇവരിൽ നിന്നാണ് കൂടുതലും പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു ഇവർക്ക്. ഇവരായിരുന്നു ദൈവാലയത്തിന്റെ ഭരണം. അപ്പോൾ തന്നെ എണ്ണത്തിൽ പരീശന്മാരെക്കാട്ടിലും വളരെ കുറവായിരുന്നു ഇവര്. ഇനി സദൂക്യരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. അതിന്റെ കാരണം അവര് ആദ്യത്തെ 5 പുസ്തകമായ തോറ, പഞ്ചഗ്രന്ഥങ്ങൾ മാത്രം വിശ്വസിച്ചിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്നും പുനരുത്ഥാനത്തിൽ നിന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. ദൂതന്മാരിലോ ആത്മാക്കളിലോ അവർ വിശ്വസിച്ചിരുന്നില്ല. മരണാനന്തര ജീവിതത്തിലോ പ്രതിഫലത്തിലോ ശിക്ഷയിലോ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. പാരമ്പര്യങ്ങളെ അവർക്ക് പ്രശ്നമല്ലായതും പാരമ്പര്യം അവർ തള്ളിക്കളഞ്ഞു. അവർ പലപ്പോഴും യേശുവിനെ കൊടുക്കാൻ പ്രയാസമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. AD 70 യെരുശലേം ദേവാലയം നഷ്ടപ്പെട്ടതോടുകൂടി സദൂക്യർ എന്ന് പറഞ്ഞ ആളുകൾ ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതരായി, ഇല്ലാതായി. അങ്ങനെ അവരുടെ കാലവും അസ്തമിച്ചു. ഇനിയും അടുത്ത ഗ്രൂപ്പ് യഹൂദ മതാനുസാരികളാണ്, പ്രോസലൈറ്റ്സ്. യഹൂദ മതം സ്വീകരിച്ചു വന്ന യഹൂദരല്ലാത്തവർ, ജെന്റൈൽസ് ആണ്, ജാതികളായിരുന്നു ഇവര്. അവർ ന്യായപ്രമാണം പൂർണ്ണമായി സ്വീകരിച്ചു. യേശുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ ഒത്തിരി പേര് ചിതറിപ്പോയി ആടുകിടത്തൊക്കെ അവര് ഈ മതം സ്വീകരിച്ച് യഹൂദ മതത്തിന് അനുസാരികളായി തീർന്നു. പരിച്ഛേദനയും ശുദ്ധീകരണത്തിനായിട്ടുള്ള സ്നാനവും ഏറ്റാണ് അവർ യഹൂദന്മാരായി തീർന്നത്. അത് നിർബന്ധമായി ചെയ്തു വേണം യഹൂദ മതത്തിൽ ചേരാൻ. ഇതിനകത്തെ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്ദേശം ഇസ്രായേലിന് പുറത്തും അക്കാലത്തെ എത്തിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഇനിയും അടുത്ത ഗ്രൂപ്പ് റബിമാരാണ്, റബീസ്. റബി, റബ്, റബൂനി എന്നൊക്കെയുള്ള പദം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ അല്ലെ? യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത് കേട്ടിട്ടില്ലേ? അതെ, റബി എന്നാൽ ഗുരു എന്നർത്ഥം, അല്ലെങ്കിൽ യജമാനൻ എന്നാണ് അതിനർത്ഥം. ഈ യഹൂദന്മാരുടെ ന്യായവിസ്താര കോടതിയുടെ പേരായിരുന്നു സന്നദ്ധരീം സംഘം. അവർക്ക് അകത്തൊരു മതക്കോടതിയുണ്ട്, സന്നദ്ധരീം സംഘം. ആ സന്നദ്ധരീം സംഘമാണ് ഇവർക്ക് റബി എന്ന് പേര് നൽകുന്നത്. സമൂഹത്തിൽ ഒരു മാതാപിതാക്കളെക്കാട്ടിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു. മാതാപിതാക്കളെക്കാട്ടിൽ ആളുകൾ ബഹുമാനിച്ചിരുന്നത്, കുഞ്ഞുങ്ങൾ ബഹുമാനിച്ചിരുന്നത് റബിമാരെയാണ്. അവരുടെ പ്രധാന ജോലി ന്യായപ്രമാണം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് സൗജന്യമായി പഠിപ്പിക്കണം. അതുകൊണ്ട് ഒരു തൊഴിൽ കൂടെ ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. യേശുവിനെയും പലരും റബി, റബൂനി എന്നൊക്കെ വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? യേശു പഠിപ്പിച്ചത് ഇവരെ പോലെ അല്ല എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അധികാരത്തോടു കൂടിയായിരുന്നു. ഈ റബിമാരൊക്കെ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ പലരുടെയും പാഠങ്ങൾ കോട്ട് ചെയ്ത ഇന്ന ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന റബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോട്ട് ചെയ്താണ് പറഞ്ഞിരുന്നത്. എന്നാൽ യേശു അങ്ങനല്ല. ഞാനോ നിങ്ങളോട് പറയുന്ന ഒരു അധികാരം തീർത്തും പ്രയോഗിച്ചാണ് യേശുക്രിസ്തു റബി എന്നുള്ള പറഞ്ഞ പദം
ഉപയോഗിച്ചതും പഠിച്ചതും. അപ്പോൾ തന്നെ ഈ പാഠത്തിന് മൊത്തം സാരം നോക്കിയാൽ എന്താണ് സത്യത്തിൽ യഥാർത്ഥ നീതി? യേശു നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നീതി എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് താഴ്മ, അനുസരണം, സ്നേഹം, ആത്മാർത്ഥതയാണ്. അതുകൊണ്ടാണ് 1 ശമൂവേൽ 16:7 പറയുന്നത്, മനുഷ്യർ പുറമെയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നാണ്. കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ആരും കാണാത്തപ്പോഴും ഞാൻ ദൈവത്തെ അനുസരിക്കാറുണ്ടോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ നന്മ ചെയ്യുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കാനാണോ, അതോ മറ്റുള്ളവരുടെ കൈയടി നേടാനാണോ? നമ്മൾ ചിന്തിക്കണ്ടേ? അങ്ങനെ ചെയ്യുന്ന പലരുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ തലമുറ അങ്ങനെ അല്ല എന്ന് എനിക്കറിയാം. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് പറയുന്ന കാര്യം റിയൽ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. എന്റെ വിശ്വാസം ഇത്രയും നാൾ പള്ളിയിൽ കണ്ടൊരു ശീലമാണോ, അതോ ആത്മാർത്ഥമായിട്ടാണോ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്? അതോ മറ്റുള്ളവരെ കുറ്റം പറയാനാണോ നമുക്ക് തിടുക്കം? ഇവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഈ പരീക്ഷന്മാരൊക്കെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താനാണ് ശ്രമിച്ചത്. അവരങ്ങനെയാണ്, ഞാനിങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന പരീക്ഷന്റെയും ഒക്കെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? എന്നാൽ സ്വന്തം തെറ്റ് തിരുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ ശ്രമിച്ചാൽ നമ്മൾ ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു നല്ല രീതിയിൽ പോകാൻ നമുക്ക് പറ്റും. മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾ നീതിമാനാകില്ല. മനുഷ്യരുടെ മുൻപിലുള്ള പ്രകടനമല്ല, ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ സ്നേഹവും വിശ്വാസവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഇതിന്റെ വായനാ ഭാഗവും മനഃപ്പാഠവാക്യവും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.